എന്റെ സിസ്റ്ററാണ്. ചൈനയിലാണ്. ഞങ്ങൾ രണ്ടുപേരും അടുത്തായിട്ടാണ് താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ വീട് പ്രോപ്പർ എങ്കിലും ഇവിടെയാണ്. അപ്പൊ ഇന്നും എന്റെ സിസ്റ്ററിനെ വീട്ടിൽ എത്തി വന്നിട്ട് അവളുടെ ഡോക്ടറിലൊക്കെ കാശ്മീരിൽ പോയ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്. ഷെയർ ചെയ്യാം. ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ട് കാശ്മീർ വിശേഷങ്ങള്. കാശ്മീർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയപ്പോള് എന്തിനാ മൂവാറ്റുപുഴയാണല്ലേ മൂവാറ്റുപുഴയാണ് പോയത്. അവിടെ എത്തിയപ്പോ പോകുന്ന വഴിക്ക് ഒരുപാട് രാജ്യങ്ങള് നമുക്ക് കണ്ട് സംസ്ഥാനങ്ങള്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടും കാശ്മീർ ആയിരുന്നു നിങ്ങളുടെ എല്ലാവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം. അതും വാറ് നടന്ന ഒരു 1 വീക്കിനുള്ളിൽ നമ്മൾ പോവുകയും ചെയ്ത്. അപ്പൊ അതിന് അവിടെ എത്താൻ വേണ്ടി കുറെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാവണം. അതും എങ്ങനെയിരുന്ന് അവിടെ പോയിട്ടുള്ള അനുഭവങ്ങള്, പിന്നെ വണ്ടിയില് ഇത്രയും ദിവസം 16-18 ഡേയ്സ് വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടുള്ള ആ അനുഭവങ്ങള്, അതെല്ലാം നമുക്ക് ഷെയർ. ഞങ്ങൾ ഇവിടുന്ന് മൂവാറ്റുപുഴയെന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കേരള ടു കാശ്മീർ ബസ് സ്റ്റാർട്ട് ചെയ്തത് മൂവാറ്റുപുഴ. അത് മൂത്താപ്പയാണ് ഫ്ലാഗ് പോസ്റ്റ് ചെയ്ത് ഇനോഗ്രേറ്റ് ചെയ്ത് വണ്ടി കൂടി മാറി പോയത്. മൂത്താപ്പയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഒരു MLA കൂടി ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ നല്ല യാത്രയുടെ തുടക്കം കാസർഗോഡ്, മൈസൂർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ വഴി ഞങ്ങള് 8 ദിവസം ഹോട്ടലിലും, പിന്നെ വീണ്ടും 3 days ഹോട്ടലില്, പിന്നെ കുറച്ച് ദിവസങ്ങളിൽ വണ്ടിയിൽ വേണ്ടി കംപ്ലീറ്റ് എൻജോയ് ചെയ്താണ് പോകുന്നത്. പക്ഷെ അപ്പോഴും നീ പറഞ്ഞ പോലെ കാശ്മീരാണ് മൂത്തുവിന്റെ മനസ്സിൽ. എനിക്കറിയാം, കാരണം ഓൾറെഡി മൂത്ത് ഒരുപാട് ബാക്കി സംസ്ഥാനങ്ങളൊക്കെ ഓൾമോസ്റ്റ് കണ്ടതാണ്. അപ്പൊ കൂടുതലും കാശ്മീർ ആയിരിക്കണം. കാശ്മീരാണ് ആ യാത്രയുടെ ഏറ്റവും നല്ല ഒരു ഉദ്ദേശത്തോട്, ആ കാശ്മീർ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോയത്. പിന്നെ പറമ്പൂത്തു അപ്പൊ പഹൽഗാം, സോനുമർഗ്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓറ് നടന്ന ഉടനെയാണ് മൂത്തുവൊക്കെ പോയത്. ഉടനെ മീൻസ് 1 വീക്കിനുള്ളിലാണ് പോയത്. അപ്പൊ ഒരു കയറ്റി വിട്ടായിരുന്നോ? പിന്നെ ആ ബോർഡറിലൊക്കെ കൺസിഡറേഷൻ ഒരു ബ്ലോക്ക് വരുന്ന സ്ഥലങ്ങളിലെല്ലാം മൂത്താപ്പാടെ ID കാർഡ്, ജഡ്ജ് എന്നുള്ള ID കാർഡ് കാണിച്ച് പറമൂത്തു. എങ്ങനെയാണ് അവിടെ മൂത്താപ്പാടെ ID കാർഡ് വെച്ചിട്ടാണ് അവിടെ ബോർഡറുകളെല്ലാം കടത്തിവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെ വിഷമം തോന്നുന്നു നമുക്ക്. അതുപോലെ ആ അറ്റാക്ക് നടന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. പക്ഷെ എന്നിട്ടും നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളെല്ലാം എല്ലാം കവറപ്പ് ചെയ്തു. അതിന് കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ സോനാമർഗ്, ഗുൽമർഗ്, തുലിപ് ഗാർഡൻ, അവിടെ മാത്രം ലോക്കിംഗ് സിസ്റ്റം കാരണം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. വാറിന്റെ തന്നെ അല്ല, അവിടെ പുഷ്പിക്കുന്ന കാലമുണ്ട്. അതൊരു ഗാർഡനാണ്. ആ സീസണിൽ മാത്രമേ അത് ഓപ്പൺ ആവൂ. അപ്പൊ അതുകൊണ്ട് തുലിപ് ഗാർഡൻ കണ്ട് മിസ്സായി. ബാക്കി എല്ലാം വളരെ നന്നായിട്ട് കാണാൻ പറ്റും. മൂത്തൊക്കെ എങ്ങനെയാണ്? പെഹൽഗാമൊക്കെ പ്ലാന്റേഷൻസ് ഒക്കെ ഉള്ളത് എവിടെയാണ് മൂത്തു? പെഹൽഗാമിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. കാശ്മീരിലെ 1 of the ബെസ്റ്റ് ഗാർഡനാണ് തുലിപ്. ആ തുലിപ് ഗാർഡൻ അവര് ലോക്ക് ചെയ്തിട്ടിരിക്കുക. കാരണം പുഷ്പിക്കുന്ന കാലങ്ങളിൽ മാത്രമേ തുറക്കാറ്. എപ്പോഴും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജൂണിലെങ്ങാണ്ടാണ് അത് പുഷ്പിക്കുന്ന സമയം. അതുകൊണ്ട് അവിടെ മിസ്സായി നമുക്ക്. ബാക്കി എല്ലാ സ്ഥലങ്ങളും കണ്ടു. പെഹൽഗാമിൽ അറ്റാക്ക് നടന്ന സ്ഥലം, പിന്നെ സോനുമർഗ്, പിന്നെ ഗുൽമർഗ് എല്ലാം കണ്ടു. കേബിൾ കാറിൽ യാത്ര ചെയ്തു. അങ്ങനെ വളരെ സന്തോഷകരമായ മറ്റേ ഇത് ചെയ്തായിരുന്നോ? തണുപ്പുള്ള മഞ്ഞുമലകളിൽ